യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. 1, അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ. നമസ്കാരം. പൊതുവെ മലയാളികൾക്ക് മറ്റേത് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോടാണ്. അതിനൊരു കാരണം അവർ കടന്നു പോയിട്ടുള്ള പ്രോസസ്സും അവരെത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിൽ എത്തിയത് എന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ആ ഒരു പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് എളുപ്പ വഴി കൊണ്ട് സാധിക്കുന്നതല്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ബുദ്ധിയോടുകൂടിയിട്ട് മുന്നേറുന്നവർക്ക് മാത്രമേ ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതിനാൽ തന്നെ അറിവുള്ളവരെയും വിവരമുള്ളവരെയും ബഹുമാനിക്കുന്ന മലയാളി സമൂഹം അവരെ നല്ല രീതിയിൽ ബഹുമാനിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ പരിഗണനയും സ്നേഹവും നമ്മൾ കൊടുക്കാറുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് സത്യവുമാണ്. കാരണം നമ്മൾ വളരെ അസൂയയോടുകൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടുമാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നോക്കി കാണാറുള്ളത്. പിന്നെ അവരെ വിമർശിക്കേണ്ട സാഹചര്യവും വളരെ കുറവാണ്. പലപ്പോഴും 1, 2, 3 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മാത്രമായിരിക്കും നമ്മൾ ഇതുവരെ വിമർശിച്ചിട്ടുള്ളത്. കാരണം അവര് പലപ്പോഴും നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. ചില ആൾക്കാർ, എനിക്ക് തോന്നുന്നു 1-2% ആൾക്കാർ മാത്രമാണ് അഴിമതിയുടെ പാത സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ വിമർശിക്കേണ്ട സാഹചര്യവും വളരെ കുറവാണ്. എന്നാൽ ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് നമുക്ക് പ്രത്യേക താല്പര്യം കൂടുതലാണ്. അത് അവരുടെ പെരുമാറ്റം കൊണ്ടും അവർ പബ്ലിക്കിനോട് ഇടപെടുന്ന രീതികൾ കൊണ്ടുമാണ്. അതിലൊരാളാണ് ദിവ്യ SIR. കാരണം നമ്മളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പോലെ, ഒരു സ്ത്രീയെ പോലെയാണ് നമുക്ക് പലപ്പോഴും മേഡത്തിനെ തോന്നാറുള്ളത്. അവരുടെ ഒരു ചിരി ആയിക്കോട്ടെ, മാത്രമല്ല അവർ നല്ല മൾട്ടി ടാലന്റഡ് ആണ്. നല്ല രീതിയിൽ പാട്ട് പാടാറുണ്ട്, കവിത ചൊല്ലാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സമയങ്ങളിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളായിക്കോട്ടെ, അവർ മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിക്കോട്ടെ, പലപ്പോഴും നമുക്ക് യോജിക്കാൻ പറ്റാറില്ല. അതായത് വിവരമുണ്ടായിട്ടും വിവരമില്ലാത്തവരുടെ കൂട്ട് ചില സമയത്ത് അവർ പെരുമാറാറുണ്ട്. ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പങ്കുവെക്കാറുണ്ട്, ചില പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പലപ്പോഴും അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരെ കൊണ്ട് പോലും അവരെ തള്ളി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യ SIR ചൊല്ലിയ ഒരു കവിത ഞാൻ കേൾക്കാനിടയായി. ആ കവിത കേട്ടിട്ട് എനിക്ക് ഒട്ടും ലോജിക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല. യേശു ക്രിസ്തുവിനെ പറ്റിയിട്ടാണ് ഈ കവിത പാടുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ദൈവമാണ്. ഒരു വലിയ ജനസമൂഹം അദ്ദേഹത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ട് കവിത ചൊല്ലുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരൊരു കവിത ചൊല്ലി. ആ കവിത ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഈ കവിത കേട്ട് പലർക്കും ചിരിയായിരിക്കും വന്നിട്ടുള്ളത്. അതിന് കാരണം അതായത് ഉള്ള ബഹുമാനം കൂടി ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടൊരു കവിത ചൊല്ലിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേഡത്തോടുള്ള എല്ലാ റെസ്പെക്റ്റും എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. കാരണം അവരുടെ പൊസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ വിദ്യാഭ്യാസത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അവരെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ കവിത കേട്ടപ്പോൾ ഇത് പൊട്ടത്തരമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒട്ടും എനിക്ക് ലോജിക്കലായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ കവിതയിൽ പലപ്പോഴും ഹിഡൻ ആയിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ കവിതയിൽ എനിക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു അർത്ഥവും ഫീൽ ചെയ്യുന്നില്ല. എനിക്കതിനകത്ത് ലോജിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്ന് എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ബൈബിളിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് ഓരോരോ സ്റ്റേറ്റ്മെന്റിനെയും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 കാരണങ്ങളും അങ്ങ് പറയുവാണ്.
പലരും ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. എല്ലാവരും ദിവ്യ എസ് അയ്യർ മേഡത്തെ കളിയാക്കിക്കൊണ്ടാണ് കമന്റ് ഇടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം പൊസിഷനെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് തന്നോടുള്ള ബഹുമാനത്തെ കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി ഈ ഒരു കവിതയിലൂടെ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എൻ്റെ പൊന്നു മേഡം, മേഡം എന്താണ് പാടുന്നതെന്ന് മേഡത്തിനോ അത് കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്കോ മനസ്സിലാവുന്നില്ല. ഈ അവസ്ഥയാണ്. എനിക്കെൻ്റെ ചെവികളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കളിയാക്കുകയൊന്നുമല്ല, പക്ഷേ ഇത് കേൾക്കുന്ന പലരുടെയും ഉള്ളിൽ എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്? അതായത് ഒരു പൊട്ടത്തരം പറയുന്നത് പോലെ, പൊട്ടത്തരം ചെയ്യുന്നത് പോലെ അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനിയും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ വിശ്വാസത്തിൽ മുറിവേറ്റു എന്ന് വരെ തോന്നിപ്പോകും. അപ്പോൾ ഒരു IAS ഇങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും സമൂഹത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടും ഒക്കെ നല്ല ധാരണയാണുള്ളത്. അവർക്ക് നമ്മൾ പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാം. ഈ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതും ഈ സൊസൈറ്റി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, എല്ലാ കാര്യത്തെ പറ്റിയിട്ടും നല്ല ധാരണയാണ്. അപ്പോൾ സൊസൈറ്റിയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ മതം, വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള, ഒരു മതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറേ വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയിട്ട്, യേശു എന്ന് പറയുന്നതിനെ ഒരു ദൈവമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ കണക്കാക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി, ഒരു ദൈവത്തെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ ദിവ്യ എസ് അയ്യറിനെ കളിയാക്കുക മാത്രമല്ല, ചിലപ്പോൾ ഇത് നാളെ വലിയ വൈറലായി പല രീതിയിൽ ചർച്ചാ വിഷയം വരെ ആയേക്കാം. അപ്പൊ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചർച്ചയാകുന്ന കാര്യങ്ങൾ എന്തിനാണ് ഒരു IAS ചെയ്യുന്നത് എന്ന് ചോദിച്ചു പോയാൽ തെറ്റൊന്നുമില്ല. കാരണം സമൂഹം ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് വരും. ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് ഇത്തരത്തിൽ ബഹുമാനിക്കുന്ന ആൾക്കാരെങ്കിലും വിട്ടു നിന്നു കഴിഞ്ഞാൽ വളരെ നന്നായേനെ. കാരണം ഇത്തരം പ്രവൃത്തികൾ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം, വലിയ വലിയ അനാവശ്യ ചർച്ചകളിലേക്ക് നയിക്കാം. അപ്പോൾ മേഡത്തിന് കവിത ചൊല്ലാനാണെന്നുണ്ടെങ്കിലും താരതമ്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും മറ്റൊരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. ഇനി അതെല്ലാം പോട്ടെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ വേറെ നടക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അതിനെ പറ്റിയിട്ട് കവിത ചൊല്ലാമല്ലോ, അതിനെ പറ്റിയിട്ട് സംസാരിക്കാമല്ലോ. വെറും അനാവശ്യമായിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, യേശുക്രിസ്തുവിനെ പറ്റിയിട്ട് നല്ല രീതിയിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കാർക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക. ഇനി എല്ലാം പോട്ടെ, ഏറ്റവും അവസാനം യേശുക്രിസ്തുവിനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവൻ ഊട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ശക്തമായി പറയുന്നു അത്രേ. ഇതാണ് പറഞ്ഞത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പല ക്രിസ്ത്യൻസിന്റെ ഇടയിലും അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നു എന്ന രീതിയിലേക്കായി പോകും. കാരണം വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമാണ്. അവരുടെ ആ ഒരു ദൈവത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞ് അത് വലിയ പ്രശ്നമാക്കി കഴിഞ്ഞാൽ ആർക്കായിരിക്കും പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമാനത്തെ വെറുതെ ഇടിച്ചു താഴ്ത്തുകയാണ്, സ്വന്തം നിലയും വിലയും വെറുതെ ഇടിച്ചു താഴ്ത്തുകയാണ്.
വിവരദോഷമാണ് വിളിച്ചു പറയുന്നതെന്നാണ് പല ആൾക്കാരും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വയം അപഹാസ്യമാകുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളെങ്കിലും ഒഴിഞ്ഞു നിന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇവരോടൊക്കെ നമുക്ക് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. അവരുടെ പൊസിഷനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബഹുമാനം സ്വയം ഇല്ലാതെയാക്കുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.